ഹലോ, എല്ലാവർക്കും ഹെൽത്തി യമ്മി ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സൂസൻ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ചക്കക്കുരു വെച്ചുള്ള മെഴുക്കുവരട്ടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കത് തയ്യാറാക്കാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണിത്. വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക. വീഡിയോ കാണുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചക്കച്ചുളയിൽ നിന്ന് കുരു മാറ്റിയെടുത്ത് അത് ഒരുക്കിയെടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. വെളിയിലത്തെ തൊലി കളഞ്ഞ ശേഷം അകത്തുള്ള ബ്രൗൺ തൊലി മുഴുവനായിട്ട് കളയേണ്ട, ചെറുതായിട്ടൊന്ന് കളഞ്ഞാൽ മതി. അത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നീട് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു പാനിലേക്കാക്കി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിക്കണം. അടച്ചു വെച്ച് ചെറുതീയിലൊരു 8 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. പിന്നീട് തുറന്ന് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. വീണ്ടും ഒന്നുകൂടെ ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തുറന്നു നോക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ചേർക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായി വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് മുറിഞ്ഞു വരുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഏത് സാധനം ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള നാടൻ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്